ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ ഹെയർ ബോയിലും ഹെയർ ക്ലിപ്പിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഷോളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഉപയോഗിക്കാത്തൊരു പഴയ ഷോളാണ്, നെറ്റിൻ്റെ ഷോള്. ഇതുപോലെ നമ്മ പണ്ടൊക്കെ നേരത്തെയൊക്കെ ഡ്രസ്സുകളുണ്ടല്ലോ, ലാച്ച അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ ഇതേപോലെ നെറ്റിൻ്റെ ഷോൾ നമ്മളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടൊക്കെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. നമ്മളത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഈ ഷോൾ വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികു വശത്തുള്ള ഈ കരഭാഗത്തുള്ള ഈ വർക്ക് വേണ്ട. അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അളവിൽ ഈ ഷാളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ കാണിച്ചാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാനിതാ ഇതുപോലത്തെ 6 പീസാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 25 ഇഞ്ചാണ്. ലെങ്ത്ത് 25 ഇഞ്ച്, വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ച്. 3 ഇഞ്ച് വിഡ്ത്തിലും 25 ഇഞ്ച് ലെങ്ത്തിലും ഞാൻ അങ്ങനെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് 3 പീസ് മതി. ഞാൻ 2 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് 6 പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 എണ്ണം ഇതുപോലെ എടുത്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട്, പിന്നെ അതിന് മുകളിൽ ഒന്നായിട്ട്, അങ്ങനെ 3 എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശം ഫ്രണ്ടിലോട്ടായിരിക്കണം കേട്ടോ. 3ൻ്റെയും നല്ല വശം ഫ്രണ്ടിലോട്ട്, നമ്മുടെ ഫ്രണ്ടിലോട്ടാക്കിയ പോലെ 3ഉം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് നല്ല വശത്തോട്ട് തന്നെ മടക്കി കൊടുക്കുക. 3 മുകളിലേക്ക് മുകളിൽ അടുക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തോട്ടാക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നല്ല വശത്തോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട്. ഒരു ഫാബ്രിക്കിന് ഫ്രണ്ടും ബാക്കും ഉണ്ടാവുമല്ലോ. വർക്കുള്ള ഭാഗം ഫ്രണ്ട് സൈഡ്, വർക്കില്ലാത്തത് ബാക്ക് സൈഡ്, അങ്ങനെയില്ലേ. അപ്പം അതിൻ്റെ നല്ല വശം എന്ന് ഉദ്ദേശിച്ചത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. അപ്പം 3 ഫാബ്രിക്കും ഫ്രണ്ട് സൈഡിലോട്ടാക്കി വെച്ചിട്ട് അതിന് ഫ്രണ്ടിലോട്ട് തന്നെ, ഉള്ളിലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് തന്നെ നല്ല വശത്തോട്ട് മടക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് ആവശ്യക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മളിങ്ങനെ കറക്റ്റാക്കി വെച്ച് 3 പീസും കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ സെൻറ്ററിലേക്ക് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ നമ്മൾ തുന്നാൻ നോക്കണം. കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ നമ്മൾ തുന്നിയെടുക്കണം. അപ്പോൾ ഇതേപോലെ തുന്നിയെടുക്കുക. അങ്ങനെ തുന്നിയെടുത്തിട്ട് ഫുള്ളായിട്ട് തുന്നിയെടുക്കുക. ഈ അറ്റ ഭാഗത്തൊക്കെ ഏറ്റവും എൻ്റെ കെത്താറാകുമ്പോൾ സെൻറ്ററൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. കറക്റ്റ് സെൻറ്ററൊക്കെ ഇതെങ്ങനെ നിവർത്തിയിട്ട് എല്ലാ പീസും ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് വേണം തുന്നി കൊടുക്കാൻ. അങ്ങനെ കറക്റ്റ് സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. ഏറ്റവും എൻ്റെ വശം ഫാബ്രിക് ഒപ്പമായിട്ട് നിൽക്കാത്തതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കിയതാണ്. ഏറ്റവും എൻ്റെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റാക്കിയതാണ്. അപ്പം നമ്മളങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ തുന്നിയെടുത്തു. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇതെല്ലാം കൂടി പിടിച്ചൊന്ന് കെട്ടി കൊടുക്കണം. ഒന്ന് വലിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കെട്ടി കൊടുക്കുക. കെട്ടിയിട്ട് 3-4 കെട്ടിട്ട് കൊടുക്കണം. പിന്നെ കെട്ടണ സമയത്ത് ഒരുപാട് ബലം പിടിച്ചാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരുപാട് ബലം പിടിക്കേണ്ട, എന്നാൽ ടൈറ്റ് ആവും വേണം. ഞാനിപ്പോൾ നന്നായി ബലം പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ പൊട്ടിപ്പോണ്ട്, അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കും ചിലപ്പോൾ അതുപോലെ അബദ്ധം പറ്റാമല്ലോ. അപ്പം അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണം. ഇതാണ്, ഞാൻ ഒരുപാട് ടൈറ്റ് ആക്കിയപ്പോൾ അതങ്ങോട്ട് പൊട്ടിപ്പോയി. ഇനി നമുക്ക് ഇതേപോലെ ആദ്യം തുന്നി കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ടൈറ്റ് ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബലം പിടിച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് ബലം പിടിച്ചാൽ പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് തൊട്ട് പിന്നെയും തുന്നിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതുപോലെ ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് ഒന്ന് ഒരുപാട് ബലം പിടിക്കണ്ട, എന്നാൽ ടൈറ്റ് ആവുകയും വേണം. അങ്ങനെ ടൈറ്റാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഒരുവിധം ടൈറ്റാക്കി കൊടുത്തിട്ട് ഒരു 3-4 കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം
ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ആ ചെറിയ തുമ്പില്ല ആ തുമ്പ് കട്ട് ചെയ്ത് കളയുക. വലിയ നമ്മുടെ സൂചി കോർത്ത നൂലിൻ്റെ നൂല് കട്ട് ചെയ്യണ്ട, അതിൻ്റെ അല്ലാത്ത അപ്പുറത്തെ തുമ്പുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തത്. എന്നിട്ട് ആ സൂചി ഉള്ളത് കട്ട് ചെയ്തിട്ടില്ല, അത് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ബാക്കില്ലേ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 3-4 തുന്നൽ ഇട്ട് കൊടുക്കുക. ഒരു 5-6 തുന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നല്ല രീതിക്ക് നമ്മൾ എല്ലാ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലായിടത്തോട്ടും ഇങ്ങനെ തുന്നി കൊടുക്കുക. എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ തുന്നി കൊടുക്കണം. ഞാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണും കൂടി ചെയ്യണ്ടല്ലോ. അപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ 3-4 തുന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ നൂല് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇനി ഇതിന് നമ്മൾ നിവർത്തി കൊടുക്കണം. ഓരോ ഇതൾ പോലെ ഓരോന്നും നിവർത്തി കൊടുക്കണം. നമ്മൾ 3 പീസ് വെച്ചിട്ട് അതിനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ തുന്നിയെടുത്താണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിൽ 6 വരികളുണ്ടാവും. 6 വരി ഉണ്ടാവും. അപ്പോൾ അത് ഓരോന്ന് നിവർത്തി ഒന്നിൽ നിന്ന് ഒന്നിങ്ങനെ വിടിയിപ്പിച്ച് നിവർത്തി കൊടുക്കണം. അപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഫുള്ളായിട്ട് നിവർത്തി കൊടുത്തിട്ട് കാണിക്കുകയാണ്. ഞാൻ ഫുള്ളും ഇങ്ങനെ വിടിയിപ്പിച്ച് നിവർത്തുന്നത് കാണിച്ചില്ല, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാൻ ഫുള്ളായിട്ട് നിവർത്തി കൊടുത്തതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഫുള്ളായി നിവർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉൾവശത്തോട്ട് തന്നെ ഉൾവശത്തോട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ ബാക്കിൽ തുന്നിയ ഭാഗമല്ല, ആ തുന്നിയ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ആ തുന്നൽ ബാക്കിൽ തന്നെ ഉണ്ടാവണം. ഇതിനിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഫ്രണ്ടിലോട്ടാക്കിയിട്ട് മുഴുവനും ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. നല്ല ലെവലാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഫ്രോക്കൊക്കെ തയ്ച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള പീസ് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന് അധികം ഫാബ്രിക് ഒന്നും വേണ്ട, കുറച്ച് ഫാബ്രിക്കാണ് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലത്തെ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല വർക്കൊക്കെയുള്ള നെറ്റ് ക്ലോത്ത് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഹെയർ ബോയിൽ വെക്കുകയാണെങ്കിൽ ഹെയർ ബോയിൽ വെക്കുക, അല്ലെങ്കിൽ ക്ലിപ്പിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്ലൈഡിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഹെയർ ബോയിൽ വെച്ച് കൊടുക്കാൻ ഇതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലത്തെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ആ ക്ലിപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുക. സ്ലൈഡിലാണെങ്കിൽ ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ക്യാൻവാസ് 2 പീസ് ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയൊരു 2 ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് 2ലും ഗ്ലൂ ആക്കി കൊടുക്കുക. 2ലും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഗ്ലൂ പെട്ടെന്ന് ഒട്ടില്ല, പതുക്കെ ടൈം എടുത്താണ് ഒട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക, അത് പതുക്കെ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലിപ്പിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ക്ലിപ്പും ഇതിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ അവിടെ കണ്ടത് കുറച്ച് വലിയ ഫ്ലവർ, അത് ഞാൻ ഹെയർ ബോയിൽ വെക്കാൻ വേണ്ടി ചെയ്തെടുത്താണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. 2ഉം കൂടി ഒരുമിച്ചിടുമ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാനിതിൽ ഇപ്പോൾ ഈ അലിഗേറ്റർ ക്ലിപ്പ് വെക്കുന്ന വീഡിയോ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഹെയർ ബോയിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ക്ലിപ്പ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.